ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ട്രെൻഡിങ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ട്രെൻഡിങ് മാത്രമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. ഇത് 2-3 വേയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഹാഫ് മൂൺ, പിന്നെ സമൂസ, സാൻഡ്വിച്ച്, അങ്ങനെ 2-3 റെസിപ്പീസ് സെയിം ഐറ്റം കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു മസാല അല്ലെങ്കിൽ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇത് ഒട്ടും ഓയിൽ യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫില്ലിംഗ് ആണ്. അതാണ് ഹെൽത്തി എന്ന് പറയാൻ കാരണം. ഇത് നമുക്ക് ഹെൽത്തി വേയിലും കൂടി ഉണ്ടാക്കാം. ആദ്യം ഞാനൊരു 400 ഗ്രാം ചിക്കൻ എടുത്തതിന് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത് മൂന്നും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട, നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതാദ്യം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഇഡ്ഡലി തട്ടുണ്ടാവില്ലേ, ഇഡ്ഡലിൻ്റെ പാത്രം, അതിലേക്ക് കുറച്ച് ഓയിൽ വേണമെങ്കിൽ മാത്രം, പെട്ടെന്ന് മുട്ട അമ്മിളിയിലേക്ക് ഒഴിക്കുന്നുണ്ട്, അത് ഇളകി കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ഓയിൽ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. ഇതിലോട്ട് ആദ്യം ഒരു 8 to 10 അല്ലി വെളുത്തുള്ളി വെക്കുക. പിന്നെ കുറച്ച് ചുവന്ന മുളക്, എരിവിന് ആവശ്യമുള്ള മുളക് വെച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ച് എക്സ്ട്രാ വെച്ചിന്, നമുക്ക് നോക്കിയിട്ട് വേണ്ടുന്ന മാത്രം യൂസ് ചെയ്താൽ മതി. ഞാനൊരു 8 പീസോളം വെച്ചിന്. എന്നിട്ട് എന്താ പറയുക, 2 സ്പേസിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. 2 വലിയ മുട്ട എടുത്തിന്, ചെറുതാണെങ്കിൽ 3 എടുത്തു കേട്ടോ. പിന്നെ ഇതാ ഒന്നിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, ഇതും കൂടി വെച്ചിന്. പക്ഷേ ചിക്കൻ ഇത്ര മാത്രം പോരാ, കുറച്ചും കൂടി വേണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചിക്കൻ, ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി ആക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള ചിക്കന് വേറൊരു തട്ടിലും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഇഡ്ഡലി തട്ട് തന്നെ വേണമെന്നില്ല, നമ്മൾ എങ്ങനെയായാലും ഇത് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇഡ്ഡലി തട്ടില്ലെങ്കിൽ മുട്ട സ്റ്റീം ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയെടുക്കുക. നമുക്കങ്ങനെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ ഇഡ്ഡലി തട്ട് ഇല്ലയെന്ന് വെച്ച് ഇത് ഉണ്ടാക്കാണ്ടൊന്നും നിൽക്കണ്ട, എന്തായാലും നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് ഇത് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒരു 15 to 20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ചിക്കനും കുക്കാവണം, പിന്നെ മുട്ട, വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടി വരണം. അപ്പോൾ 15 to 20 മിനിറ്റ് തന്നെ മതിയാവേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മുട്ടയെല്ലാം എന്തായാലും വെന്തിന്, ചിക്കൻ വെന്തിനൊന്നേ നോക്കണ്ടു. ഇത് നല്ലോണം കറക്റ്റായിട്ട് കുക്കായി വന്നിന് കേട്ടോ. പിന്നെ എല്ലൊന്നും ഇല്ലാത്ത പീസല്ലേ, ചെറിയ ചെറിയ പീസായിട്ട് കട്ടായതുകൊണ്ടും പെട്ടെന്ന് വേവും. ഇനിയിപ്പോൾ ഈ മുട്ടയില്ലേ നമുക്ക് മയണൈസ് ആക്കി എടുക്കുക. മയണൈസ് നീ പറയാൻ പറ്റൂല, കറിയിൽ ഒരു തുള്ളി പോലും ഓയിൽ യൂസ് ആക്കുന്നില്ല കേട്ടോ. പക്ഷേങ്കിൽ ഒരു ഹെൽത്തി മയണൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ 2 മുട്ടയും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടാണ്. എന്നിട്ട് ഒരു സ്റ്റീം ചെയ്ത വെളുത്തുള്ളി, പിന്നെ മുളക്, ഇത് വറ്റൽ മുളകാണ്, നല്ല എരിവുണ്ടാവും, അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇട്ടിട്ടില്ല. കാശ്മീരി ചില്ലി ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. 2 വലിയ സ്കൂപ്പ്, ഇത് ടേബിൾ സ്പൂണാണ്, കട്ടത്തൈരും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കട്ടത്തൈര് വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാം കേട്ടോ. ഈ ഒരു മയണൈസ് കുറച്ച് വെക്കുമ്പോൾ കുറച്ച് തിക്നെസ് കൂടി വരും. അപ്പോൾ വേണമെങ്കിൽ ഇനിയും തൈര് ഒഴിക്കാം. ഞാൻ അങ്ങനെ ഒരു വലിയ ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു കണ്ടീഷനിലുള്ള കുറച്ച് സമയം വെച്ച് നോക്കുമ്പോൾ നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി തൈര് ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇതാ ഉള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിയില, ഈ 4 സാധനങ്ങൾ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തതിന്. 2 മീഡിയം സൈസിലുള്ള ഉള്ളി, പിന്നെ ഒരു പിടി മല്ലിയില, ഇനി ചെറിയൊരു ക്യാരറ്റാണ്, ഇപ്പം വലിയ ക്യാരറ്റാണ്, നേരെ പകുതിയെല്ലാം മതി. പിന്നെ ചെറിയൊരു പീസ്, ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ നേരെ പകുതി ക്യാപ്സിക്കവും കൂടി എടുത്തതിന്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ മയണൈസും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന മയണൈസിൻ്റെ ക്വാണ്ടിറ്റിയും നിങ്ങൾ എടുക്കുന്ന, ഞാൻ ഈ പറഞ്ഞ അളവിന് ഈ ഒരു മയണൈസ് കറക്റ്റായിരിക്കും. അഥവാ മയണൈസ് കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കട്ടത്തൈരും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയാൽ മതി. നല്ലോണം ഇങ്ങനെ മൊത്തത്തിൽ കവറാവണം, നല്ലോണം ഡ്രസ്സ് ചെയ്ത് കിട്ടൂലേ സാലഡ്, അതെല്ലാം പോലെ ആവണേ. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ് അത്. ഞാൻ ആദ്യം തന്നെ ഹെൽത്തി വേ കാണിക്കാം. ഒരു തുള്ളി പോലും ഓയിലാക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് കാണിക്കാം. സാൻഡ്വിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ബ്രെഡിലും ഞാൻ ഓയിലൊന്നും ആക്കിയിട്ടില്ല. ഇതുപോലെ നല്ലോണം മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു സ്ലൈസ്ഡ് ചീസ് വെക്കുക. എന്നിട്ട് നല്ലോണം ടോസ്റ്റ് ചെയ്ത് ഒരു മസാല ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയും സാൻഡ്വിച്ച് അസംബിൾ ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ കെച്ചപ്പ് യൂസ് ആക്കുക, പിന്നെ അല്ലെങ്കിൽ മോസറല്ല ചീസ് യൂസ് ആക്കുക, അതെല്ലാം നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, ഓയിൽലെസ് ഒരു സ്നാക്ക് വേണമെന്ന് തോന്നുമ്പോൾ എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഞാൻ വേറെ 2 മെത്തേഡും കൂടി കാണിക്കാം.
നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹാഫ് മൂൺസ് ആണ്. ഈ ഫില്ലിങ് വെച്ചിട്ടുണ്ടാക്കുന്ന ഹാഫ് മൂൺസ്. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് വേണം. ബ്രെഡ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. നമുക്ക് ബ്രെഡ് ഇങ്ങനെ തന്നെ യൂസ് ആക്കാൻ പറ്റില്ല. ഇതൊന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അന്നേരം ബ്രെഡ് എന്തായാലും ഹാർഡായിട്ടല്ലേ ഉണ്ടാവുക ഫ്രിഡ്ജിൽ വെച്ചെല്ലാണെങ്കിൽ. അതുകൊണ്ട് ഒന്ന് ചൂടാക്കുന്ന സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഞാനിപ്പം ഈ ഒരു ഇലക്ട്രിക് സ്റ്റീമറിലാണ് സ്റ്റീം ചെയ്യുന്നത്. ഇത് അഗാരോൻ്റെ പ്രോഡക്റ്റാണ്. എന്തായാലും ചോദിക്കുന്നറിയാം, ആമസോണിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ യൂസിനെല്ലാം നമുക്ക് നല്ലതാണ്. ഇപ്പോൾ റംസാനിലെല്ലാം സ്നാക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രെഡെല്ലാം ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതൊന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാലില്ലേ നമുക്ക് സിമ്പിളായിട്ട് പരത്താൻ പറ്റും. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വല്ലാണ്ടങ്ങ് പരത്തണമെന്നൊന്നുമില്ല, ഒന്ന് ഫ്ലാറ്റാക്കിയാൽ മതി. എന്നിട്ട് ഇതേപോലെ സൈഡെല്ലാം ഒന്ന് മാറ്റി ബ്രൗൺ പോർഷൻസ് എല്ലാം ഒന്ന് മാറുന്ന രീതിയിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 8-10 അതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തേനെ. നമ്മളുണ്ടാക്കിയ ആ ഫില്ലിങ് കൊണ്ട് നമുക്ക് കുറേ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാനത് ഇങ്ങനെ 2-3 ഐറ്റംസ് ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, ഒരു സിംഗിൾ ഐറ്റമിലാണെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കുക. അതിൽ കുറച്ച് മാത്രമേ വെക്കാൻ പറ്റൂ. എന്നിട്ട് അതിൻ്റെ സൈഡ്സില്ലേ മൈദയും പച്ചവെള്ളം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് പശയാക്കി എടുത്തതാണ്. അത് വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു നേരെ പകുതി മാത്രം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഹാഫ് മൂണിൻ്റെ ഷേപ്പ് ആവും. ഇനി ഇങ്ങനെ തന്നെ മൊത്തത്തിൽ ചെയ്യാം. ഇതിപ്പോൾ ബ്രെഡിന് പകരം നമുക്ക് നമ്മളെ മൈദ മാവ് കുഴച്ചെടുക്കൂലേ, അതുപോലെ കുഴച്ച് പരത്തിയിട്ട് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുബൂസിൻ്റെ മാവ് കുഴക്കൂലേ, അങ്ങനെ കുബൂസിൻ്റെ മാവിൽ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാം. അതല്ലാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ബ്രെഡിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക കുബൂസിൻ്റെ മാവിലെല്ലാം ചെയ്യുമ്പോഴാണ്. ഇനിയിപ്പോൾ ഈ ബ്രെഡും നല്ല ടേസ്റ്റ് തന്നെയാണ്, ഞാൻ ഓപ്ഷൻസ് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ മൈദ ലൂസായിട്ട് കലക്കിയെടുക്കൂലേ, അതേപോലെ കലക്കിയെടുത്തിട്ട് മുട്ടയ്ക്ക് പകരം ഡിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് മേക്ക് ആൻഡ് ഫ്രീസ് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ്. നമുക്ക് റംസാനിൽ പണികളെല്ലാം സിമ്പിളാക്കാൻ വേണ്ടി മേക്ക് ആൻഡ് ഫ്രീസ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഹാഫ് മൂൺസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മൊത്തം ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ചൂടായ എണ്ണയിൽ പെട്ടെന്ന് തന്നെ വറുത്ത് കോരിയെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിലെ പുറത്തെ കോട്ടിങ് മാത്രമേ ഫ്രൈ ആവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലെ ബാക്കിയും കൂടി പൊരിച്ചെടുക്കാം. ഇത് നല്ല ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്താ പറയുക, പെട്ടെന്നൊരു സ്നാക്കിൽ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മസാലയൊന്നും വാട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനിയിപ്പോൾ സെയിം നമുക്ക് സമൂസ ഷീറ്റിലും ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രിങ് റോൾ ഷീറ്റിലും ചെയ്യാം. ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് സമൂസ കൂടി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത് എല്ലാവർക്കും അറിയുന്ന മെത്തേഡ് ഞാൻ സമൂസ ഫോൾഡ് ചെയ്യുന്നതും എല്ലാം. എന്നാലും ആരെങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ ഐഡിയാസ് എല്ലാം ഷെയർ ആക്കുന്നത് കേട്ടോ. അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ കുറേ പേര് പറയുന്നൊരു ചോദിക്കുന്നൊരു ഡൗട്ടാണ് സമൂസയിൽ ഓയിൽ വല്ലാണ്ട് കുടിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അതില്ലേ, സമൂസ നമ്മളെപ്പോഴും ഫ്രൈ ആക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം. പിന്നെ അതിൻ്റെ എല്ലാ ഹോളും നമുക്ക് പറ്റുന്ന പോലെ മൈദൻ്റെ ആ ഒരു ബാറ്റർ വെച്ചിട്ട് അടച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഈ സമൂസ ഫ്രൈ ചെയ്ത് കോരുന്ന സമയത്തൊന്നും ഒരിക്കലും തീ കുറച്ച് വെക്കാൻ പാടില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കോരിയെടുക്കാൻ. അത് ഏത് സ്നാക്കായാലും നമ്മൾ ലാസ്റ്റ് കോരുന്ന സമയത്ത് പ്രത്യേകിച്ച് നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കോരിയെടുക്കുക. എന്നാൽ ആ സ്നാക്കിൽ ഒട്ടും ഓയിൽ ഉണ്ടാവില്ല കേട്ടോ, മാക്സിമം കുറവായിരിക്കും. അപ്പോൾ ഈ റെസിപ്പീസെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.